I'm making a new plan, rearranging my life and I won't look back ever. ഇതുപോലെ നമ്മൾ കണ്ണി കെട്ടി ഈ കയറ നീളത്തിൽ വെച്ച് കണ്ണി അങ്ങോട്ട് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സംഭവം. നേരെ നമ്മൾ ഇതിലേക്ക് മത്തിത്തല കൊടുക്കുന്നു. ഒരു സൈഡിൽ കയറിന് ഒരു സൈഡിൽ വലിയൊരു കല്ല്, ഒരു ആവറേജ് 1 കിലോ വെയിറ്റുള്ള ഒരു കല്ല് കിട്ടുന്നു. നേരെ അപ്പുറം കൊണ്ട് നമ്മൾ വള്ളത്തെ ചെല്ലുന്നു, ആറിന് നടുക്കൂടി വിരിക്കുന്നു. മിച്ചമുള്ള കയർ കവയിലും കമ്പ കെട്ടിയിട്ട് പോരുന്നു. അതിലേക്ക് മത്തിത്തല കൊടുത്തിട്ടുണ്ട്. ബാക്കി രാവിലെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കൊണ്ട് ഇത് ഇടുന്ന വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് ഇടാൻ പോകാം. മഴയും വീഴുന്നുണ്ട്, ഒത്തിരി താമസിച്ച് കഴിഞ്ഞാൽ പണിയാവും. ഒരു 5:30-6 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടിടും. ഇപ്പോൾ ഏകദേശം 5:15 ആയിട്ടുണ്ട്. എന്നാൽ ശരി, ബാ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാമായിട്ട് സെറ്റായിട്ട് വള്ളത്തെ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴയാണ് ഗൈസ്. നമ്മുടെ ചൂണ്ടയെല്ലാം നമ്മൾ വള്ളത്തെ കയറ്റിക്കൊണ്ട് 8 ചൂണ്ടയല്ല, മൊത്തം 13 ചൂണ്ട നമ്മൾ പിന്നെയും കുത്തി തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം തീറ്റ കോർത്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് അതായിരിക്കും നല്ലത്. അല്ല മീനെല്ലാം കുത്തി തീർക്കും. ഇരുട്ടാകുമ്പോഴത്തേക്ക് ഇടാം. അതിലൂടെ വാഹനം പിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് മത്തിത്തലയായിട്ടും കണ്ണിയെല്ലാം കെട്ടി സെറ്റാക്കി വന്നിട്ടുണ്ട്. ഈ വഞ്ചിയിൽ നിന്ന് നമ്മൾ കയറെ കെട്ടി അങ്ങ് താത്തി വിടുക. ഇതിങ്ങനെ അങ്ങനെ ഓരോന്ന് വെച്ച് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് സെറ്റാക്കാവേ. ഗൈസ് ഓരോന്ന് വെച്ച് ഇങ്ങനെ ഇറക്കി നമ്മൾ വിടും. കെട്ടി വീഴാതാണ് ഇറക്കുന്നത്. 1, 2 അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഇറക്കി 9, 10. ഇനി കുറച്ച് വെള്ളം അങ്ങോട്ട് കുറച്ചുകൂടെ മാറ്റിയിട്ട് നമുക്ക് ഇറങ്ങണം. ഇച്ചിരി ചുരുക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ കല്ലേക്ക് ഇട്ടേക്ക് താത്തിട്ടേക്കും. അപ്പോൾ ഗായ്സ് സെറ്റാണ്. ഓരോ ഓർമ്മകളെല്ലാം കറക്റ്റാക്കി കല്ലേക്ക് ഇട്ടി ഇടുക. ബാക്കി നമുക്ക് രാവിലെ വന്ന് നോക്കാം. പിന്നെ ആവുമെന്ന് അറിയത്തില്ലേ, അങ്ങനെ ആന്ന് നോക്കിയിട്ട് നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. പോയ പോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് രാവിലെ ഒരു 5:30 ആകുമ്പോൾ വന്ന് നമുക്ക് പൊക്കി നോക്കാം. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. ഓക്കെ, എന്തായാലും കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നാലും കാണിച്ചിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടിട്ടേക്കുന്ന കോഴിക്കോടലിൻ്റെ ചൂണ്ട പൊക്കാൻ വേണ്ടി പോവാണ്. ഞാനും ഉണ്ട്, നിതീഷും ഉണ്ട്. അതിൻ്റെ കൂടെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഒരു സ്ട്രൈക്ക് കിട്ടി, പക്ഷേ മിസ്സായി പോയി. വാലറ്റത്തെ കണ്ട് അടിച്ച സംഭവം കിട്ടിയില്ല. ചെറുമീനായിരുന്നു. വീഡിയോ ഓൺ അല്ലായിരുന്നു. ഇപ്പോഴത്തോട് വീഡിയോ ഓണാണ്. നമ്മൾ ചൂണ്ടിട്ടേക്കുന്ന അപ്പുറയാണ്. തുഴഞ്ഞവിടെ ചെല്ലുമ്പോൾ സാധനം പൊക്കുന്ന വീഡിയോ എല്ലാവരുടെ കൂട്ടി ഒരു ഒറ്റ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, ബാ പോയേക്കാം. ഗൈസ് മീൻ അടിച്ചിട്ട് വീഡിയോ ഓഫായിരുന്നു, കയറ്റിയിട്ടില്ല. ഞാൻ എടുത്തിട്ടു. നമ്മുടെ പുതിയ വള്ളത്തെ ഫസ്റ്റ് മീൻ കരക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് മീൻ. ഇതൊന്നും എടുത്തു വിട്ടെ. അത് കാണിക്കാം ഗൈസ്. മീനെ ഇപ്പോൾ കാണിച്ചു തരാം, 1 മിനിറ്റ് ഗൈസ്. നമ്മൾ പുതിയ വള്ളത്തെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. വാഗയാണ്. അടിപൊളി. വിരിച്ചേ ഷോ ചെയ്തടാ. വാലയിലൂടെ പിടി. അങ്ങനെ പിടി ഷോ ചെയ്യും. ഇതാണ് സാധനം. പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അടിക്കുമായിരുന്നു. പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. വീഡിയോ ഓഫായിരുന്നു. കറക്റ്റ് സമയത്ത് വീഡിയോ ഓഫായിരുന്നു. അല്ല കുഴപ്പമില്ല. അപ്പോൾ തന്നെ വീഡിയോ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അടിച്ചേക്കുന്ന ഷാഡ് ഗോഡ് സ്ട്രോട്ട്സ് ആണ്. ഇത് 180 രൂപ 20 രൂപ ഹുക്കിനോട് 200 ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, സാധനം കിട്ടിയിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ഇറങ്ങി അടിച്ചാണ്. അപ്പോൾ സമയം കളയുന്നില്ല, കറക്റ്റ് സമയമാണ്. നമ്മൾ ഇനി കാസ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. അടുത്ത മീനെ കാണിക്കാം. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ വാഗയൊന്നും അടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മറ്റേ കോഴിക്കോടിൽ മത്തിത്തലയായിരുന്നു ആദ്യ ദിവസം ഇട്ടേ. പക്ഷേ അതിനൊന്നും കിട്ടിയില്ല ഗൈസ്. നമ്മൾ അത് കഴിഞ്ഞൊരു കോഴിക്കോടിൽ കോർത്തിട്ടായിരുന്നു. 2-3 ചൂണ്ടയുടെ എക്സ്ട്രാ കയറ്റിയായിരുന്നു. നമുക്കതൊന്ന് പൊക്കി നോക്കാം, വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. സമയം കഴിഞ്ഞായിരുന്നു. പക്ഷേ രാവിലെ വാഗടിക്കുന്ന സമയമുണ്ട്. നമ്മൾ നേരെ മേളോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് പൊക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ കാണുന്ന ഈ കൽക്കെട്ട് മൊത്തം ഇടിഞ്ഞ് താഴോട്ട് വീണേക്കുന്ന ഈ താഴെ വീണേക്കുന്ന കൽക്കെട്ടിനോട് ചേർത്താണ് നമ്മൾ ഇത് കോഴിക്കോടിൽ കൂട്ടിട്ടേക്കുന്നത്.
നമ്മൾ മഞ്ഞിനെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കയറെ പിടിച്ചിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല, മീനുണ്ടായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും പരിശ്രമമല്ലേ ഗൈസ്, അത്രേ ഉള്ളൂ. അച്ഛന്മാരെ പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതിൽ കൂടുതലൊന്നും വേറെ ഒന്നും കിട്ടാനില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ വിജയം. എടാ നീ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കട, വലിച്ച് മാറ്റിയിട്ട് തലയിടും. അങ്ങനെ ഇട്ടെടുത്തു. കണ്ണി കോർത്ത് വിടുള്ളൂ, അല്ല പിന്നെയും കയറി കൊടുക്കും. നമുക്ക് വൈകുന്നേരം കൊണ്ട് വേറെ തീറ്റയിടാം. എടാ അതുകൊണ്ട് പുറകിലൊക്കെ വാഗ മറിയുന്നുണ്ട്, പുറകു ഭാഗത്തായിട്ട്. അത് തന്നെ, നല്ല മറിച്ചിട്ടുണ്ട്. ഒരു കൂരി, മഞ്ഞക്കൂരി. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ പ്രകടനത്തിൽ ഫസ്റ്റ് കൂരി ഇട്ടിരിക്കുകയാണ്. ചെറുതാ, അവിടെ ഇട്ടു, അവിടെ കിടന്നോട്ടെ. അപ്പം മച്ചാന്മാരെ, നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഈ സൈഡിലായിട്ട്, ഇപ്പുറത്തേക്കുണ്ട് ഈ സൈഡിലായിട്ട് നമ്മൾ മത്തിത്തല കൊണ്ട് കോർത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോഴിക്കോടിലിട്ടു. ആ ഒരു കൂരിയാണ് കിട്ടിയിരിക്കുന്നത്. വലിയ ബെനിഫിറ്റായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പരിശ്രമിച്ച് നോക്കും, കിട്ടുമായിരിക്കും. നാളെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിലും വലുതായിട്ട് ഒരു 101 കണ്ണിയുടെ വീഡിയോ ഉടൻ തന്നെ നമ്മളെ ചാനൽ നമ്മൾ എടുക്കുന്നതായിരിക്കും, ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മഞ്ഞക്കൂരി, ഒറ്റൊരു കൂരി ഉള്ളായിരുന്നു, ചെറിയൊരു കൂരി ഉള്ളായിരുന്നു. നമുക്ക് വൈകുന്നേരം വന്ന് ഒന്നുകൂടെ കുറച്ചുകൂടെ കയറ്റി, നൂലും കയറ്റി കണ്ണിയും കയറ്റി കുറച്ച് കോഴിക്കോടെ എടുത്തുകൊണ്ട് വന്ന് വൈകുന്നേരം ഒന്നുകൂടെ സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, ഇന്ന് അവധിയാണ്, വേറെ അങ്ങ് പോകാനുമില്ല. നമുക്ക് ഇന്ന് തന്നെ സെറ്റാക്കാം.